ഡൽഹിയിൽ CJPയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വിദ്യാർത്ഥി സമരത്തിനെതിരെ സംവിധായകനായ മേജർ രവി പ്രക്ഷോഭത്തിന് പിന്നിൽ വിദേശ ഫണ്ടിംഗ് ഉണ്ടെന്ന് മേജർ രവി ആരോപിച്ചു. രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള ഗൂഢാലോചനയും സമരത്തിന് പിന്നിലുണ്ട്. യഥാർത്ഥ വിദ്യാർത്ഥികളെക്കാൾ കൂടുതൽ മറ്റ് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ എത്തിയവരാണ് സമരത്തിലുള്ളത്. സമരത്തെ പിന്തുണച്ചുള്ള മോഹൻലാലിന്റെ മകൾ വിസ്മയുടെ പ്രതികരണത്തിന് വിസ്മയ്ക്ക് രാഷ്ട്രീയത്തെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നതായിരുന്നു മേജർ രവിയുടെ പ്രതികരണം. പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്നത് കണ്ടപ്പോൾ മനുഷ്യത്വത്തിന് പുറത്താണ് വിസ്മയ പോസ്റ്റിട്ടതെന്നും മേജർ രവി പറഞ്ഞു. ഇവിടെയാണ് നമ്മൾ നാഷണലിസ്റ്റിക് വേ ഓഫ് തിങ്കിങ് തുടങ്ങിയിരിക്കുന്നത്. അമേരിക്കയിൽ നിന്ന് സോറോസിന്റെ ഫണ്ടിങ്. ഈ സോറോസ് എന്ന് പറയുന്ന വ്യക്തി ഏതാണ്? 40 ചെറിയ ചെറിയ രാഷ്ട്രങ്ങളെ ഇല്ലാതാക്കിയ വ്യക്തിയാണ്. നമുക്ക് അറിയപ്പെടുന്ന ഇല്ലാതാക്കിയിട്ടുള്ള നമ്മുടെ ചുറ്റുമുള്ള നേപ്പാൾ പ്രക്ഷോഭം കൊണ്ടിറക്കി ഇതുപോലെ, അതുപോലെ ബംഗ്ലാദേശിൽ, അത് കഴിഞ്ഞ് ശ്രീലങ്കയിൽ. അതിന്റെ ഒരു പെർട്ടിക്കുലർ പാറ്റേൺ ആണ് ഇവിടെ നടത്തി. പാർലമെന്റ് ശ്രീലങ്കയിൽ നടത്തിയത് അതാണ്, ബംഗ്ലാദേശിൽ അത് തന്നെയായിരുന്നു, നേപ്പാളിലും അത് തന്നെയാണ്. പക്ഷെ നിങ്ങളെപ്പോഴുള്ള ഈ പീക്കരി പടകളെ കൊണ്ടൊന്നും നിങ്ങൾക്ക് സാധിക്കില്ല. പ്രൈം മിനിസ്റ്റർ വീട്, ദാറ്റ്സ് ദ ഹയസ്റ്റ് സെക്യൂരിറ്റി ബൗണ്ട് ഏരിയ ഇൻ ദിസ് കൺട്രി. പ്രൈം മിനിസ്റ്ററുടെ വീടാണ്. അതിന്റെ മുന്നിൽ നിങ്ങൾ പ്രക്ഷോഭം നടത്താൻ പോയി കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായിട്ടുള്ള കിട്ടും. പറഞ്ഞിട്ടുണ്ട്, ദിസ് ഇസ് എ റെസ്ട്രിക്റ്റഡ് ഏരിയ, പ്രോഹിബിറ്റഡ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. എന്നിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ സമാധാനപരമായിട്ട് ഇത്രയധികം പോലീസിന്റെ വണ്ടികൾ അടിച്ചു തീർക്കുന്നു, പോലീസിന് പെപ്പർ സ്പ്രേ അടിക്കുന്നു, തിരിച്ചു കിട്ടും മക്കളെ. അതിൽ നിന്ന് നോങ്ങിയിട്ട് ഒരു കാര്യമില്ല. ആ കുട്ടിയുടെ സ്വഭാവം എന്താണെന്നുള്ളത് എനിക്കറിയാം. ആ കുട്ടിക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നോളജോ ഇതൊന്നുമില്ല. വളരെ ഹ്യൂമെയിൻ ആയിട്ടുള്ള, കുട്ടിക്കാലം മുതലൊക്കെ ഏതെങ്കിലും ഒരു അനിമൽ, ഒരു നാൽക്കാലി, ഒരു പട്ടി, സ്ട്രേ ഡോഗിനെ പോലും കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പിറകിൽ കരഞ്ഞുകൊണ്ട് നടന്നിരുന്ന ഒരു മായനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനെ രക്ഷിക്കുമെന്നും പറഞ്ഞുകൊണ്ട്, അതിനെ എടുത്തോണ്ട് വരുമെന്നും പറഞ്ഞു. ഇപ്പൊ റീസെന്റ് ആയി നടന്നിട്ടുള്ള സംഭവം, ഈ കുട്ടി പഠിച്ചതും വളർന്നതെല്ലാം വിയറ്റ്നാമിലായിരുന്നു. അവിടെയുള്ള ഒരു സ്ട്രേ ഡോഗ്, ഒരു ഡോഗിനെ ഒരാൾ ആക്രമിക്കുന്ന കണ്ടിട്ട് ആ കുട്ടി ആ ഡോഗിനെ അഡോപ്റ്റ് ചെയ്തിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് വഴി സംസാരിച്ച് പെർമിഷൻ എടുത്തുകൊണ്ടാണ് ആ ഡോഗിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവളുടെ വീട്ടിൽ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആ കുട്ടിയുടെ മനസ്സെന്ന് പറയുന്നത്.